to our channel and you are watching Moonlight Diaries. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ യൂണിറ്റ് എക്സാമിൻ്റെ പേപ്പർ കാണിക്കാനായിട്ടാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് യൂണിറ്റ് ടെസ്റ്റുകൾ ഈ സ്കൂൾ 2 മാസത്തിനകം ഇട്ട് കഴിഞ്ഞു. പക്ഷേ കുറച്ച് പേപ്പറൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പക്ഷെ ഞാനതിൻ്റെ മാർക്കും ഇവിടെ പറയുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഓരോന്നായിട്ട് തുടങ്ങാം. ഇത് ഞാൻ റാൻഡം ആയിട്ടാണ് എടുക്കുന്നത്. മാർക്ക് കുറവ്, മാർക്ക് കൂടുതൽ അതൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്വന്തം സോഷ്യലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സോഷ്യലിൻ്റെ മാർക്ക്. സോഷ്യലിന് 2 പേപ്പർ എത്തിയിട്ടുണ്ട് എഴുതാൻ. ഇതിന് എനിക്ക് 20ൽ 19 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അത് ഭയങ്കര വലുതായത് കൊണ്ടൊന്നുമല്ല, ടീച്ചർ ക്വസ്റ്റ്യൻ തന്ന് അത് തന്നെ പഠിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് അത് തന്നെ പഠിച്ചിട്ട് പോയിട്ട് കിട്ടിയിട്ടുള്ള മാർക്കാണ് ഇത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് മാർക്ക്. പിന്നെ സോഷ്യലിൻ്റെ നമുക്ക് വേറെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 20ൽ 18 അതിൻ്റെ പേപ്പർ ഇവിടെ ഇല്ല, അത് എവിടേക്കോ പോയി. അപ്പോൾ 1 മാർക്ക് ഇംപ്രൂവ് ചെയ്തു ഇത്തവണത്തെ എക്സാമിൽ. ഇനി അടുത്തത് നമ്മുടെ മാത്സാണ്. ഇതാണ് നമ്മുടെ മാത്സിൻ്റെ മാർക്ക്. ഈ മാത്സിന് 10ൽ 10 കിട്ടിയത് വലിയ കാര്യമല്ല, കാരണം ഞങ്ങളുടെ ടീച്ചർ അടിപൊളിയാണ്. മാത്സ് ടീച്ചർ പൊളിയാണ്. പിന്നെ ടീച്ചർ കോപ്പി അടിക്കാനൊന്നും അധികം സമ്മതിക്കാറില്ല. ഞങ്ങളുടെ ടീച്ചർ പഠിപ്പിക്കണൊക്കെ നല്ല അടിപൊളിയായിട്ട് മനസ്സിലാവും. അതുകൊണ്ടുമാണ് പിന്നെ ഈ ചാപ്റ്റർ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പം അതുകൊണ്ടും കൂടിയാണ് കേട്ടോ. പക്ഷേ ഈ 3 ചോദ്യം സിമ്പിൾ ചോദ്യം കൂടിയായിരുന്നു, അതുകൊണ്ടും കൂടിയാണ് 10ൽ 10. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ സ്വന്തം ഇംഗ്ലീഷിന് എനിക്ക് 10ൽ 5 മാർക്കാണ്. കണ്ടു, ഇത്രയും എഴുതി എനിക്ക് 2 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. അത്രയും അടിപൊളി ഗ്രാമറാണ് എൻ്റെ ഇംഗ്ലീഷിൻ്റെ. എല്ലാതും ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാണ്ട് എഴുതിയാൽ ടീച്ചർക്ക് മാർക്ക് തരാൻ പറ്റും. പിന്നെ ഉള്ളത് വേർഡ്സിൻ്റെ മീനിങ് ആണ്. അതിൽ ഫുള്ള് കിട്ടി, മറ്റേ എഴുതുന്നതിൽ കിട്ടിയില്ല. അപ്പോൾ ഇംഗ്ലീഷ് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. 10ൽ 5 വളരെ കുറവാണ്. അടുത്തത് നമ്മുടെ ഹിന്ദിയിൽ 10ൽ 10 കുറേ വെട്ടും കുത്തൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇത് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത്ര മാർക്ക് കിട്ടി. പിന്നെ സാൻസ്ക്രിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേപ്പറും കാണാണ്ടായി. അതിനെനിക്ക് 10ൽ 9 അത് 1 വേർഡുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏതാ, കെമിസ്ട്രി ഇട്ടിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ പേപ്പർ കിട്ടിയിട്ടില്ല, ടീച്ചർ തന്നിട്ടില്ല. പിന്നെ ബയോളജി ഇട്ടു. ബയോളജിയിലും 20ൽ 18 മാർക്കാണ്, അതിൻ്റെ പേപ്പറും മിസ്സായിപ്പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ യൂണിറ്റ് ടെസ്റ്റ് പേപ്പറിൻ്റെ മാർക്ക്. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുവന്നത്. അപ്പോൾ അതെൻ്റെ എക്സാം പേപ്പർ റിവീലിംഗ് വീഡിയോ ആയിരുന്നു. അപ്പം എൻ്റെ ആ വീഡിയോയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം പറയാൻ പറ്റിയില്ല. അപ്പം ഞാനിപ്പം പിറ്റേ ദിവസം രാവിലെയാണിത്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ എനിക്ക് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ശബ്ദങ്ങളൊക്കെ ഉണ്ട്, കാരണം നമുക്ക് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ശബ്ദത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ശബ്ദം ഉണ്ടാവും. അപ്പം ഇപ്പം അങ്ങനെ ആയതുകൊണ്ട് ഒരു ശബ്ദത്തിന് ഒരു കുറവുണ്ട്. അതേപോലെ തന്നെ എനിക്കിങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറേൻ്റെ മുമ്പിലൊക്കെ നോക്കിയിട്ട് പറയുന്നതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ആ വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക. നമ്മളിനി തുടർന്നുള്ള വീഡിയോസിൽ അതൊക്കെ മാറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ എൻ്റെ എക്സാം പേപ്പറിൻ്റെ ചില പേപ്പറൊക്കെ കാണാണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കെമിസ്ട്രി പേപ്പർ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് അതിൽ മാർക്ക് അത്യാവശ്യം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള കുക്കറിൻ്റെ വിസിലും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ അതിലെ മാർക്കുകളൊക്കെ എന്ന് വെച്ചാൽ ഒരു മിനിമം മാർക്കാണ്, അത്ര വലിയ മാർക്കൊന്നുമില്ല. ഞാൻ ഭയങ്കര പഠിപ്പിയൊന്നുമില്ല, ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പം നമുക്ക് പിന്നെ ഒരു ചാപ്റ്റർ 2 ചാപ്റ്ററൊക്കെ ഇടുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് പഠിക്കാനുള്ള ടൈം ഉണ്ടല്ലോ, അപ്പം കുറച്ചൊക്കെ തന്നെ പഠിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് മിക്കവാറും ഇട്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ തന്നിട്ട് പഠിച്ചിട്ട് പോയിട്ട് ആ രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം തന്നത് പഠിച്ചിട്ട് പോയി എഴുതാൻ സിമ്പിളല്ലേ, അപ്പം അങ്ങനെയൊക്കെയാണ് ഇത്ര മാർക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നിട്ടും എനിക്ക് ചിലയിലൊന്നും ഫുൾ മാർക്കൊന്നും ഇല്ല. അപ്പോൾ ഈ മാർക്കെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള വലിയ മാർക്കല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ട് പഠിച്ചിട്ട് പോയി എഴുതുക ആർക്കും പറ്റും. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മാർക്ക് ഇത്രയെങ്കിലും കിട്ടിയിരിക്കുന്നത്. ഞാൻ വലിയ പഠിപ്പിയൊന്നുമല്ല, ഞാൻ ഭയങ്കര ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതും കൂടി എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. ആ വീഡിയോയിൽ ഇങ്ങനെയൊന്നും ഈ കാര്യങ്ങളൊന്നും പറയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ വീഡിയോ തന്നെ ഞാൻ വെറുതെ എടുത്തതായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ അതിൽ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, ആ രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടൊന്ന് എടുത്തു നോക്കാമെന്നുള്ള രീതിയിൽ എടുത്തതായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ചേച്ചി വന്നിട്ട് ഞാൻ വീഡിയോ എടുത്തുതരാം, എനിക്ക് വീഡിയോ എടുത്തുതരണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതുകൊണ്ട് ഞാൻ വെറുതെ എടുത്തതാണ്. അതിൻ്റെ ആയിട്ടുള്ളൊരു കോമഡി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ എടുത്ത് വന്നപ്പം എനിക്കെന്തോ അതിൻ്റെ ക്ലാരിറ്റി കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. അപ്പോൾ അങ്ങനെയാണ് ഞാനിതിപ്പോൾ ഇടാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാനത് യൂട്യൂബിന് വേണ്ടി ഇങ്ങനെ എടുത്തതല്ല, ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് എടുത്തതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചിരിക്കലും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടും അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഞാൻ വെറുതെ എടുത്തതായിരുന്നു. ഇതുപോലത്തെ ഒരു വീഡിയോ എടുക്കണം എന്ന് തന്നെ ഞാൻ വിചാരിച്ചതല്ല എക്സാമിൻ്റെ അടുത്ത്. അതേപോലെ തന്നെ അപ്പോൾ ചേച്ചി വന്ന് പറഞ്ഞപ്പം അപ്പം ഞാനങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മുടെ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോസിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഞാനൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.